തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. അംഗങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും പാടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പറയാം, അമ്മയിൽ ആരൊക്കെയാണ് ഭാരവാഹികളാകേണ്ടത് എന്ന കാര്യത്തിൽ അംഗങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. അതനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ ഇതൊരു പോരാട്ടമോ യുദ്ധമോ ഒന്നുമല്ല. അമ്മയുടെ മക്കൾ തമ്മിലുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണ്. ഞാൻ ശ്വേത എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, നമുക്കൊരു ഫ്രണ്ട്ലി മത്സരം, സൗഹൃദ മത്സരം അതായിരിക്കും. അതിൽ കൂടുതൽ വലിയ ഒരു പോരാട്ടം നടക്കുന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊക്കെ ഒരു അവസരമാണ്, കാരണം ജനാധിപത്യമാണ്. ഇപ്പൊ കൂടുതൽ പേര് മത്സരിക്കാൻ വരുന്നത് നല്ലതാണ്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്. കൂടുതൽ വനിതകൾ വരുന്നു മത്സരിക്കാൻ, ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൂടുതൽ ആൾക്കാർ വരുന്നു. അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇതിനു മുമ്പ് ഞങ്ങളില്ല എന്ന് പറയാൻ നേരത്തെ ഇത്തവണ ഒരുപാട് പേര് നോമിനേഷൻ കൊടുത്തു. അത് നമുക്ക് നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് 31-ാം തീയതി വരെ നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ മത്സരചിത്രം കുറച്ചുകൂടെ മാറാൻ സാധ്യതയുണ്ട്. അതിനുശേഷം റിയൽ ആയിട്ടുള്ള ഒരു മത്സരം എങ്ങനെയായിരിക്കും, ആരൊക്കെ തമ്മിലായിരിക്കും എന്ന് പറയാൻ കഴിയുള്ളൂ. അവിടെ കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായേക്കാം. പരസ്പര ധാരണയും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടായിട്ട് സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ച് കുറഞ്ഞേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി തെരഞ്ഞെടുപ്പ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. അല്ല, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റേതായിട്ടുള്ള നിലപാടല്ല. ഇതിപ്പോൾ അംഗങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അവരുടെ തീരുമാനങ്ങൾ അവരുടെ അവകാശം വിനിയോഗിക്കട്ടെ. അല്ലാതെ എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിനല്ല ഇപ്പൊ പ്രസക്തി. അംഗങ്ങളുടെ തീരുമാനം. ഡെമോക്രസി എന്ന് പറയുന്നത് മാക്സിമം ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു അതനുസരിച്ച്. ഇപ്പൊ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഡെമോക്രസി ഭൂരിപക്ഷം ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ട് അവിടെയാണോ ശരി എന്നൊക്കെ ചോദ്യം, അതിന് ജനാധിപത്യത്തിൽ പ്രസക്തിയില്ല. ജനാധിപത്യത്തിൽ അംഗങ്ങളുടെ വോയിസിനാണ് പ്രാധാന്യം. അംഗങ്ങൾ അവരുടെ വോയിസ് രേഖപ്പെടുത്താനുള്ള അവസരമാണ്. ഏത് ന്യായം, ഏത് ശരി എന്നൊക്കെയുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കുകയാണ് ഓഗസ്റ്റ് 15-ാം തീയതി. അവർ രേഖപ്പെടുത്തിട്ട് അത് ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് മത്സരാർത്ഥികളെല്ലാം ചെയ്യേണ്ടത്. വ്യത്യാസമുണ്ട്. ഒരുപാട് പേര് വന്നിരിക്കുകയാണ് മത്സരരംഗത്ത്. നിങ്ങൾ തന്നെ ഇതുവരെ സാധാരണഗതിയിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കൊക്കെ വേണ്ടി മാത്രമാണ് മത്സരം ഉണ്ടാകാറുള്ളത്. ഇത്തവണ ഓരോ സ്ഥാനത്തേക്ക് വേണ്ടി ഒരുപാട് പേര് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് സന്നദ്ധരായി വരുമ്പോൾ അതിന് നമ്മളൊരു പോസിറ്റീവ് ആംഗിളിൽ വേണം കണക്കാക്കാൻ. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ. കാരണം ഇതിലെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു താരസംഘടന എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. താരസംഘടനയ്ക്ക് അപ്പുറം ഇത് അഭിനേതാക്കളുടെ സംഘടനയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വെൽഫെയറിന് വേണ്ടിയാണ് കൂടുതൽ നിലകൊള്ളേണ്ടത്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിൽ അവർക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ കഴിയും, കൂടുതൽ അവരെ ആശ്വസിപ്പിക്കാനുള്ള. കാരണം അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ പീരീഡ് കഴിയും തോറും അവസരം കുറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ എങ്ങനെ അവർക്ക് കൂടുതൽ ആശ്വാസം അവർക്ക് എത്തിക്കാൻ കഴിയും, മെഡിക്കൽ ഫെസിലിറ്റീസ് അവർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും, കൈനീട്ടം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കണം. കൂടുതൽ ആൾക്കാരിലേക്ക് കൈനീട്ടം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിന് ഫണ്ട്സ് ഉണ്ടാകണം. ആ ഫണ്ട്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സൂപ്പർ താരങ്ങളെല്ലാം തന്നെ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ഭാരവാഹികളല്ലെങ്കിൽ പോലും ഈ അമ്മയുടെ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമായിട്ട് മമ്മൂക്കയും മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ കാര്യമായിട്ട് സഹകരിക്കാമെന്ന വാക്ക് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അവരിലൂടെ കൂടുതൽ ഫണ്ടുകൾ സമാഹരിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് കൈനീട്ടം എത്തിച്ച് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ കൈനീട്ടം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി. അതേപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസും കുറച്ചുകൂടെ കാര്യമായിട്ട് കൂട്ടാനുള്ള, ഇൻഷുറൻസ് ഫെസിലിറ്റീസും ഒക്കെ കൂട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അതിനുവേണ്ടി മീഡിയയുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.